ബി.ജെ.പിയുടെ ഭീഷണിക്ക് വഴങ്ങി മുൻ എം.എൽ.എയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായ കെ.എസ്. ശബരിനാഥൻ ഡി.സി.സി പ്രസിഡന്റാകാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത ഇന്ദിരാഭവന് ചുറ്റും പരക്കുന്നു. നമസ്കാരം, വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. ഈ വാർത്ത ശരിയാണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ വിവരങ്ങളുമായി ഗോപികല ഫോണിൽ ചേരുന്നു. ശബരിനാഥനെ ബി.ജെ.പി കുടുക്കിയെന്ന് പറയുന്നത് ശരിയാണോ ഗോപികല? റിപ്പോർട്ടുകൾ കിട്ടിയോ? ശരിയാണ് കാവ്യ. ശബരിനാഥൻ ഒരു കുടുക്കിൽപ്പെട്ടിരിക്കുകയാണെന്ന് വേണം പറയാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ കോർപ്പറേഷൻ കൗൺസിൽ സ്ഥാനം രാജിവെക്കണം. അതാണ് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന കെ.എസ്. ശബരിനാഥ് സ്വന്തം വാർഡിലെ രാഷ്ട്രീയ സാഹചര്യം കടുത്ത വെല്ലുവിളിയാകുന്നു. ശബരിനാഥൻ നിയമസഭയിലേക്ക് മാറിയാൽ കവടിയാർ വാർഡ് ബി.ജെ.പി പിടിച്ചെടുക്കുമെന്ന ഭയമാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴപ്പിക്കുന്നത്. ബി.ജെ.പിക്ക് അതിശക്തമായ സ്വാധീനമുള്ള കവടിയാറിൽ ശബരിനാഥനല്ലാതെ മറ്റൊരു മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക പ്രയാസമാണെന്ന വിലയിരുത്തൽ അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് നിഷേധിക്കപ്പെടാൻ കാരണമായേക്കും. നിയമസഭയിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കണമെങ്കിൽ കവടിയാർ വാർഡ് സുരക്ഷിതമായി മറ്റൊരു കൈകളിൽ ഏൽപ്പിക്കാൻ കഴിയുമെന്ന് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തേണ്ട വലിയൊരു ഉത്തരവാദിത്തം ശബരിനാഥനുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 അംഗങ്ങളാണുള്ളത്. ബി.ജെ.പിക്ക് 50 അംഗങ്ങളുണ്ട്. കവടിയാറിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയും ബി.ജെ.പി ജയിക്കുകയും ചെയ്താൽ അംഗസംഖ്യ 51 ഉയർത്താൻ ബി.ജെ.പിക്കാകും. അതുകൊണ്ട് കവടിയാറിൽ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ശബരിനാഥന് വിനയാകുന്നത്. ഇക്കാര്യം ശബരിനാഥനും അറിയാം. ഈ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥൻ മത്സരിക്കാൻ സാധ്യത കുറവാണ്. ബി.ജെ.പിയുടെ ഉറച്ച കോട്ടകളിൽ ഒന്നായ കവടിയാറിൽ കഴിഞ്ഞ തവണ വെറും 1 വോട്ടിനാണ് UDF വിജയിച്ചത്. ഇത്തവണ ശബരിനാഥൻ എത്തിയതോടെയാണ് ഭൂരിപക്ഷം 74ലേക്ക് ഉയർത്താനും ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് എൻ മധുസൂദനെ തളയ്ക്കാനും കോൺഗ്രസിന് സാധിച്ചത്. ശബരിനാഥൻ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോയാൽ ഉപതെരഞ്ഞെടുപ്പിൽ വാർഡ് തിരിച്ചുപിടിക്കുമെന്ന് ബി.ജെ.പി ഉറച്ചു വിശ്വസിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ അവസരമൊരുക്കുന്ന അത്തരമൊരു നീക്കത്തിന് പാർട്ടി തയ്യാറാകുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ശബരിനാഥൻ്റെ പേര് സജീവമായി ഉയരുന്നുണ്ടെങ്കിലും കവടിയാറിലെ ഈ റിസ്ക് അദ്ദേഹത്തിന് തിരിച്ചടിയാണ്. വി.എസ്. ശിവകുമാറിനെ പോലുള്ള മുതിർന്ന നേതാക്കളും CP ജോണിനെ പോലുള്ള സഖ്യകക്ഷി നേതാക്കളും തിരുവനന്തപുരം സെൻട്രലിനായി രംഗത്തുണ്ട്. ശബരിനാഥൻ മാറിയാൽ കവടിയാർ വാർഡ് നിലനിർത്താൻ കഴിയുന്ന മറ്റൊരു ജനകീയ മുഖം നിലവിൽ കോൺഗ്രസ് നിരയിലില്ല. നഗരസഭയിലെ അംഗബലം കുറയുന്നത് കോൺഗ്രസിന് തലസ്ഥാനത്ത് വലിയ ക്ഷീണമുണ്ടാക്കും. ആന്റണി രാജുവിൻ്റെ അയോഗ്യതയും തോമസ് ഐസക്കിൻ്റെ വരവും തിരുവനന്തപുരത്തെ പോരാട്ടം കടുപ്പിക്കുകയാണ്. ബി.ജെ.പിയിൽ നിന്ന് കൃഷ്ണകുമാറും കരമന ജയനും എത്തുന്നതോടെ ത്രികോണ മത്സരം ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ ശബരിനാഥനെ പോലൊരു യുവ നേതാവിനെ നിയമസഭയിലേക്ക് അയക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കവടിയാർ വാർഡ് ബി.ജെ.പിക്ക് ദാനമായി നൽകേണ്ടി വരുമോ എന്ന പേടി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നു. ഇതൊരു അവസരമായാണ് ബി.ജെ.പി കാണുന്നത്. 50-ൽ നിന്ന് 51-ലെത്തിക്കാൻ ബി.ജെ.പി ഏതറ്റം വരെയും പോകുമെന്ന് ഉറപ്പാണ്. കവടിയാർ വീണ്ടും കോൺഗ്രസിന് ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ബി.ജെ.പിയെ സഹായിച്ചെന്ന് 5 വർഷവും CPMൻ്റെ ആരോപണം കോൺഗ്രസ് സഹിക്കേണ്ടി വരും. ഇതൊഴിവാക്കാൻ ശബരിനാഥൻ്റെ കൗൺസിൽ സ്ഥാനം നിലനിർത്തി DCC പ്രസിഡന്റ് ആക്കുന്നതിനാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചന നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കാവ്യ, കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.